ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് 2022 ഏപ്രിലിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മാർച്ചിലെ കറണ്ട് അഫയേഴ്സും പിന്നെ ഏപ്രിലിലെ കുറച്ച് കറണ്ട് അഫയേഴ്സും ആണ് ഡിസ്കസ് ചെയ്തത്. നമ്മൾ ന്യൂസ് പേപ്പറിൽ നിന്ന് നോട്ടായിട്ട് എഴുതിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തേത് പാർക്കിൻസൺസ് ദിനം ഏപ്രിൽ 11. ഏപ്രിൽ 11 പാർക്കിൻസൺസ് ദിനം. ഏപ്രിൽ 11 പാർക്കിൻസൺസ് ദിനം. അടുത്തത് സംസ്ഥാന വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ ആരായിരുന്നു? MC ജോസഫൈൻ. MC ജോസഫൈൻ ആയിരുന്നു സംസ്ഥാന വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ. അപ്പോൾ ഓർക്കേണ്ടത് ഇപ്പോഴത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്. അപ്പോൾ നമ്മൾ ഒരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറിയുന്നവരത് കമന്റ് ചെയ്യുക. അടുത്തത് ബഹിരാകാശ യാത്രാ ദിനം ഏപ്രിൽ 12. ഏപ്രിൽ 12 ബഹിരാകാശ യാത്രാ ദിനം. ആദ്യ ബഹിരാകാശ യാത്ര നടത്തിയത് 1961. ആദ്യ ബഹിരാകാശ യാത്ര നടത്തിയത് 1961 ഏപ്രിൽ 12. ഏപ്രിൽ 12 ബഹിരാകാശ യാത്രാ ദിനം. അന്നത്തെ സോവിയറ്റ് യൂണിയനിലെ ബൈക്കനൂർ എന്ന സ്ഥലത്തു നിന്നാണ് ബഹിരാകാശ യാത്ര ആരംഭിച്ചത്. വോസ്റ്റോക്ക് പേടകത്തിലായിരുന്നു യാത്ര. യൂറി ഗഗാറിനാണ് ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ വ്യക്തി. യൂറി ഗഗാറിൻ. അന്നത്തെ സോവിയറ്റ് യൂണിയനിലെ ബൈക്കനൂർ എന്ന സ്ഥലത്ത് വെച്ച് ആരംഭിച്ച യാത്ര വോസ്റ്റോക്ക് പേടകത്തിലായിരുന്നു. യൂറി ഗഗാറിനാണ് ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ വ്യക്തി. 2011 ഐക്യരാഷ്ട്രസഭയുടെ 65-ാം സമ്മേളനത്തിലാണ് ഏപ്രിൽ 12 അന്താരാഷ്ട്ര മനുഷ്യ ബഹിരാകാശ യാത്രാ ദിനമാക്കാൻ നിർദ്ദേശിക്കപ്പെട്ടത്. അതായത് 2011 ഐക്യരാഷ്ട്രസഭയുടെ 65-ാം സമ്മേളനത്തിലാണ് ഏപ്രിൽ 12 അന്താരാഷ്ട്ര മനുഷ്യ ബഹിരാകാശ യാത്രാ ദിനമാക്കാൻ നിർദ്ദേശിക്കപ്പെട്ടത്. ഏപ്രിൽ 12 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മഹാകവി കുമാരനാശാന്റെ 150-ാം ജന്മദിനമാണ് ഏപ്രിൽ 12. മഹാകവി കുമാരനാശാന്റെ 150-ാം ജന്മദിനം. അടുത്തത് ഏപ്രിൽ 14 അംബേദ്കർ ജയന്തി. അംബേദ്കർ ജയന്തി ഏപ്രിൽ 14. രാജ്യത്തിന്റെ പുതിയ കരസേനാ മേധാവി. രാജ്യത്തിന്റെ പുതിയ കരസേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെ. ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെയാണ് രാജ്യത്തിന്റെ, അതായത് ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി. അപ്പോൾ ഓർക്കുക, മുൻ കരസേനാ മേധാവി ആരായിരുന്നു? MM നരവനെ ആയിരുന്നു മുൻ കരസേനാ മേധാവി. MM നരവനെയുടെ കാലാവധി ഏപ്രിൽ 30 അവസാനിക്കും. ഏപ്രിൽ 30 അവസാനിച്ചു. രാജ്യത്തെ മുൻ പ്രധാനമന്ത്രിമാരുടെ ജീവിതവും പ്രവർത്തനങ്ങളും അവതരിപ്പിക്കുന്ന മ്യൂസിയമാണ് പ്രധാനമന്ത്രി സംഗ്രഹാലയ അല്ലെങ്കിൽ പ്രധാനമന്ത്രി മ്യൂസിയം. അത് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലെ തീൻമൂർത്തി ഭവനിലാണ്. രാജ്യത്തെ 14 മുൻ പ്രധാനമന്ത്രിമാരുടെ ജീവിതവും പ്രവർത്തനങ്ങളും അവതരിപ്പിക്കുന്ന മ്യൂസിയം പ്രധാനമന്ത്രി സംഗ്രഹാലയ അല്ലെങ്കിൽ പ്രധാനമന്ത്രി മ്യൂസിയം. അത് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലെ തീൻമൂർത്തി ഭവനിലാണ്. അടുത്ത ചോദ്യം, പാകിസ്ഥാന്റെ 23ാമത് പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ്. പാകിസ്ഥാന്റെ 23ാമത് പ്രധാനമന്ത്രിയാണ് ഷഹബാസ് ഷരീഫ്. ആദ്യ ലതാ ദീനാനാഥ് മങ്കേഷ്കർ അവാർഡ് നേടിയത് നരേന്ദ്രമോദി. ആദ്യ ലതാ ദീനാനാഥ് മങ്കേഷ്കർ അവാർഡ് നേടിയത് നരേന്ദ്രമോദി. പൊതുമരാമത്ത് വകുപ്പിന്റെ പണികൾ എപ്പോൾ തുടങ്ങും, എപ്പോൾ അവസാനിക്കും, അതിന്റെ പുരോഗതി തുടങ്ങിയ വിവിധ വിവരങ്ങൾ മൊബൈൽ വെബ്സൈറ്റ് വഴി അറിയിക്കുന്ന പ്രൊജക്ട് മാനേജ്മെന്റ് സിസ്റ്റം ഏതാണ്? പൊതുമരാമത്ത് വകുപ്പിന്റെ പണികൾ എപ്പോൾ തുടങ്ങും, എപ്പോൾ അവസാനിക്കും, അതിന്റെ പുരോഗതി തുടങ്ങിയ വിവിധ വിവരങ്ങൾ മൊബൈൽ വെബ്സൈറ്റ് വഴി അറിയിക്കുന്ന പ്രൊജക്ട് മാനേജ്മെന്റ് സിസ്റ്റമാണ് തൊട്ടറിയാം PWD. എന്താണ് തൊട്ടറിയാം PWD? IPLന്റെ ചരിത്രത്തിലെ ആദ്യ റിട്ടയേർഡ് ഔട്ടായ താരം. IPLന്റെ ചരിത്രത്തിലെ ആദ്യ റിട്ടയേർഡ് ഔട്ടായ താരമാണ് രാജസ്ഥാൻ റോയൽസ് താരം അശ്വിൻ. രാജസ്ഥാൻ റോയൽസ് താരം അശ്വിനാണ് IPLന്റെ ചരിത്രത്തിൽ ആദ്യ റിട്ടയേർഡ് ഔട്ടായ താരം. റിട്ടയേർഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ പരിക്കോ ആരോഗ്യ പ്രശ്നങ്ങളോ കൂടാതെ ക്രീസ് വിടുന്നതാണ് റിട്ടയേർഡ് ഔട്ട്. പരിക്കോ ആരോഗ്യ പ്രശ്നങ്ങളോ കൂടാതെ ക്രീസ് വിടുന്നതാണ് റിട്ടയേർഡ് ഔട്ട്. അടുത്തത്, തോന്നയ്ക്കൽ കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വീണപൂവ് ശതാബ്ദി സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഏത് കൃതിക്കാണ്? തോന്നയ്ക്കൽ കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വീണപൂവ് ശതാബ്ദി സമ്മാനം ലഭിച്ചത് ഏത് കൃതിക്കാണ്? ആരുടെ കൃതിയാണ്? അത് ലഭിച്ചത് K ജയകുമാറിന്റെ വീണപൂവ് വിത്തും വൃക്ഷവും എന്ന പഠനഗ്രന്ഥത്തിനാണ്. K ജയകുമാറിന്റെ വീണപൂവ് വിത്തും വൃക്ഷവും എന്ന പഠനഗ്രന്ഥത്തിന്. ആശാൻ കവിതാ നിരൂപണത്തിനുള്ള പുരസ്കാരമാണ് അത്. ലോക ഭൗമദിനം ഏപ്രിൽ 22. ലോക ഭൗമദിനം ഏപ്രിൽ 22. ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി വിനയ് മോഹൻ ഖ്വാത്രയാണ്. ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി വിനയ് മോഹൻ ഖ്വാത്ര. വിനയ് മോഹൻ ഖ്വാത്ര. അതിന്റെ കൂടെ ഓർത്തു വെക്കേണ്ടതാണ്, മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ലയായിരുന്നു. മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ല. ഒറ്റത്തവണ ഉപയോഗത്തിനുള്ള പ്ലാസ്റ്റിക് കുറയ്ക്കാനുള്ള നടപടികളുടെ ഭാഗമായി ജനങ്ങൾക്ക് പരാതികൾ അറിയിക്കാൻ കൊണ്ടുവന്ന കേന്ദ്ര സർക്കാരിന്റെ മൊബൈൽ ആപ്പാണ് പ്രകൃതി. ഒറ്റത്തവണ ഉപയോഗത്തിനുള്ള പ്ലാസ്റ്റിക് കുറയ്ക്കാനുള്ള നടപടികളുടെ ഭാഗമായി
ജനങ്ങൾക്ക് പരാതികൾ അറിയിക്കാൻ കൊണ്ടുവന്ന കേന്ദ്ര സർക്കാരിന്റെ മൊബൈൽ ആപ്പാണ് പ്രകൃതി. അടുത്തത് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് അറിയില്ല. അപ്പോൾ ആ ഒരു പോയിന്റ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ശതകോടീശ്വരന്മാരിൽ ഒരാളും വൈദ്യുത കാർ കമ്പനിയായ ടെസ്ലയുടെ അധിപനുമായ ഇലോൺ മസ്ക് സാമൂഹിക മാധ്യമ കമ്പനിയായ ട്വിറ്ററിന്റെ 9.2% ഓഹരി സ്വന്തമാക്കി. ഇലോൺ മസ്ക് ആണ് ട്വിറ്ററിന്റെ 9.2% ഓഹരി സ്വന്തമാക്കിയത്. അടുത്തത് ഹംഗറിയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിലിരുന്ന വ്യക്തി ആരാണ്? ഹംഗറിയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിലിരുന്ന വ്യക്തി വിക്ടർ ഓർബൻ ആണ് ഹംഗറിയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിലിരുന്ന വ്യക്തി. മധ്യ അമേരിക്കൻ രാജ്യമായ കോസ്റ്ററിക്കയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് റോഡ്രിഗോ ഷാവേസ്. മധ്യ അമേരിക്കൻ രാജ്യമായ കോസ്റ്ററിക്കയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് റോഡ്രിഗോ ഷാവേസ് ആണ് മധ്യ അമേരിക്കൻ രാജ്യമായ കോസ്റ്ററിക്കയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 64ാമത് ഗ്രാമി പുരസ്കാരങ്ങളാണ് അടുത്തത്. ഏറ്റവും മികച്ച സംഗീത ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം ലഭിച്ചത് ജോൺ ബാറ്റിസ്റ്റിന്റെ VR എന്ന ആൽബത്തിനാണ്. ഏറ്റവും മികച്ച സംഗീത ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം ലഭിച്ചത്. മികച്ച മ്യൂസിക് വീഡിയോയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് VR എന്ന ആൽബത്തിലെ ഫ്രീഡം എന്ന പാട്ടിന്റെ ചിത്രീകരണത്തിനാണ്. മികച്ച മ്യൂസിക് വീഡിയോയ്ക്കുള്ള ഗ്രാമി പുരസ്കാരം ലഭിച്ചത് VR എന്ന ആൽബത്തിലെ ഫ്രീഡം എന്ന പാട്ടിന്റെ ചിത്രീകരണത്തിനാണ്. മികച്ച പുതുമുഖ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഒലീവിയ റോഡ്രിഗോയ്ക്കാണ് മികച്ച പുതുമുഖ താരത്തിനുള്ള ഗ്രാമി പുരസ്കാരം ലഭിച്ചത്. യുവാക്കളെ 3 വർഷത്തേക്ക് സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുള്ള പദ്ധതിയാണ് അഗ്നിപഥ് റിക്രൂട്ട്മെന്റ്. യുവാക്കളെ 3 വർഷത്തേക്ക് സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുള്ള പദ്ധതിയാണ് അഗ്നിപഥ് റിക്രൂട്ട്മെന്റ്. അങ്ങനെ റിക്രൂട്ട് ചെയ്യുന്ന സൈനികരെ അറിയപ്പെടുന്നത് അഗ്നിവീരന്മാർ എന്നാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കറണ്ട് അഫയേഴ്സ് ആണുള്ളത്. അപ്പോൾ ഇതിന് മുൻപ് ചെയ്ത കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഒക്കെ കാണുക, എല്ലാം പഠിച്ചു വെക്കുക. അതുപോലെ 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള മാത്സിന്റെയും റീസണിങ്ങിന്റെയും സിലബസ് പ്രകാരമുള്ള എല്ലാ ടോപ്പിക്കും ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്, മോഡൽ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാത്സും റീസണിങ്ങും സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, എല്ലാത്തിൻ്റെയും ഒരുമിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസ് സെയിം ആയതുകൊണ്ട് കഴിഞ്ഞ എക്സാമിന് വേണ്ടി ചെയ്തിട്ടുള്ള ക്ലാസ് തന്നെ പഠിച്ചാൽ മതി. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ അറിയിക്കുക. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. PSC എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.